സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജും തുടങ്ങിയിട്ട് ഓരോ ദിവസത്തെ സതീശന്റെ വാർത്താ സമ്മേളനം വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ നുണകൾ അതിലെ വസ്തുത അങ്ങനെ ഈ രണ്ട് രീതിയിൽ പുതിയ ഒരു ന്യൂ ഏജ് സോഷ്യൽ മീഡിയ സതീശന്റെ ഏറ്റവും വലിയ നുണ, ഏറ്റവും ചെറിയ നുണ, അല്ലെങ്കിൽ ഏറ്റവും നീളത്തിലുള്ള നുണ, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നുണകളൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് സതീശന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നുണയാണ്. നുണകളുടെ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. സതീശന്റെ നുണകൾ എന്നൊരു പേജ് തന്നെ CPM-മാരായിരിക്കാം ഉണ്ടാക്കി വലിയ സ്വീകാര്യത നേടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതെന്ന് പറയാമോ? സതീശന്റെ നുണകളല്ലേ? സതീശന്റെ നുണകളാണോ? സതീശന്റെ നുണകൾ സതീശന്റെ നുണകളല്ലേ? സതീശന്റെ നുണകളാണ്. സതീശനെ ഈ സൈബർ ലോകത്ത് CPM-കാരെ നുണേഷൻ എന്ന് പറഞ്ഞാൽ നുണ പറയാൻ മാത്രം അറിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പുള്ളി പറഞ്ഞാലാ പറഞ്ഞിട്ടില്ല. അപ്പൊ തന്നെ വീഡിയോ ഇറക്കണത് ആ പറയണത് എന്തിനാണ് ബീബൽസിനെ കടത്തിവെട്ടുന്ന രീതിയിലാണ് കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സതീശന്റെ യാത്രയിലും ഈ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രചാരണത്തിലും വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നത് തന്നെ ഭയങ്കര അവർക്ക് റീബൗണ്ട് ചെയ്യുന്നുണ്ട് അവർക്ക്. അത് വല്ലാത്തൊരു കാര്യമാണ്. കാര്യം അതാണ് ഒരു വീഡിയോ LDF ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു വീഡിയോ സതീശനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ സതീശൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് നമ്മളെ പോലെ വളരെ കൗതുകത്തോടെ അത് കാണാൻ തുടങ്ങിയ ഒരാൾ, ഞാൻ തന്നെ അത് വളരെ കൃത്യമായി കാണുന്നുണ്ട്. ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ കള്ളം പറയുന്നത്, ഒരാൾ നുണ പറയുകയും അത് അവർ പൊളിക്കുകയും ചെയ്യുന്നുണ്ട്. നടന്ന ദൂരമേ നാളെ നല്ലതാകുമേ ജനാധിപത്യ ഭൂമിയെ കാത്തിരുന്ന കാലമേ നാം നടന്ന ദൂരമേ നാളെ നല്ലതാകുമേ ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ.